എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. പ്രധാനദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം, രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ഹാപ്പി ശബത്ത്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും ആലപ്പുഴ 18 സെക്ഷൻ നടത്തപ്പെടുന്ന ശബത്ത് സ്കൂൾ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ശബത്ത് സ്കൂൾ ആരാധനയുടെ ആരംഭമായി നമുക്ക് നമ്മുടെ പാട്ടുപുസ്തകത്തിലെ സത്യപ്രതിഭ ഗാനങ്ങളിലെ 185 185 എന്ന ഗാനം നമ്മളോട് ചേർന്ന് പാടാം. മാറാത്ത സ്നേഹിതൻ. സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും പാരിടമാകവേ മാറിടും നേരവും
ചാരിടാൻ തൻ തിരു മാർവിടമാ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. ഖേദമെന്നാകിലും മോദമെന്നാകിലും ഭേദമില്ലാത്തൊരു സ്നേഹിതനാണവൻ. വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ. വേദനകൾ ഏതിനമോക്കെ എന്നറിഞ്ഞോ. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയില്ലാരും ഈ ഭൂമിയിൽ. നിത്യതയോളവും സത്യകൂട്ടാളിയായി ക്രിസ്തനല്ലാതെയില്ലാരും ഈ ഭൂമിയിൽ. മൃത്യുവിനാ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം. മൃത്യുവിനാ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ആകയിളകിടും ലോകമിതേകിടും ആകുലവേളകൾ ഭീകരമാകുമോ. ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ ജീവ കാലമെല്ലാം. ഹല്ലേലൂയാ ഹല്ലേലൂയാ പാടുമെൻ ജീവ കാലമെല്ലാം. മാറാത്ത സ്നേഹിതൻ മാനുവേൽ തൻ തിരു മാറിടം ചാരിടും ഞാൻ ദിനവും. പാരിടമാകവേ മാറിടും നേരവും ചാരിടാൻ തൻ തിരു മാർവിടമാ. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ശാബത്ത് സ്കൂളിൻ്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കിന്ന് സങ്കീർത്തനം 106 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം ഇവിടെ വായിക്കുന്നതായിരിക്കും. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും? അവൻ്റെ സ്തുതി ഒരുക്കവും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, നിൻ്റെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും, നിൻ്റെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും, നിൻ്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിൻ്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു, ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രൈമിൽ വെച്ച് നിൻ്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിൻ്റെ മഹാദയെ ഓർക്കാതെയും കടൽക്കരയിൽ ചെങ്കടലിന് അരികിൽ വെച്ച് മത്സരിച്ചു. എന്നിട്ടും അവൻ നിൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടെ നടത്തി. അവൻ്റെ പകയൻ്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിച്ചു. ഈ തിരുവചന ഭാഗത്താൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ വിശുദ്ധ ദിവസം കർത്താവെ അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് കടന്നു വരുവാനും
അങ്ങയുടെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒരവസരം കൂടെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി തന്ന് നിൻ്റെ സാന്നിധ്യത്തിൽ അടിയങ്ങൾക്ക് ജീവിക്കുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ ശാബത്ത് സ്കൂളിനെ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കുമാറാകണം. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സ്വർഗം സന്തോഷിക്കുന്ന ആരാധനയായി തീരുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് കൃപ ചെയ്യണം. അതിന് നേതൃത്വം നൽകുന്നതായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ശാബത്ത് സ്കൂൾ പഠനം നടത്തുന്നതായ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ക്രൂശിൻ്റെ മറവിൽ നിന്ന് വചനം സംസാരിക്കുവാൻ അത് അനേകർക്ക് കർത്താവെ അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ആയിരിക്കാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷയും എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചയിലെ ആഗോള മിഷൻ വാർത്ത ഒരു ഭർത്താവിനായി പ്രാർത്ഥിക്കുന്നു. നമ്മളെ എഴുതി അറിയിക്കുന്നത് എസ്തർ ഗാർഷ്യ. എസ്തറിന് 12 വയസ്സുള്ളപ്പോൾ മെക്സിക്കോയിലെ വില്ലാർ മോസയിലുള്ള അവളുടെ വീടിൻ്റെ കിടപ്പുമുറിയിൽ അവൾ ഒരു പ്രത്യേക രീതിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദയവായി എനിക്കൊരു നല്ല ഭർത്താവിനെ കണ്ടെത്തി തരണമേ എന്നവൾ പ്രാർത്ഥിച്ചു. എസ്തറിൻ്റെ പിതാവ് മുഴുകുടിയനായിരുന്നു. അദ്ദേഹം അവളെയും അമ്മയെയും നിരന്തരവും ഉപദ്രവിച്ചു പോന്നു. മിക്കപ്പോഴും കത്തി കൊണ്ട് എസ്തറിനെയും അമ്മയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു. ചിലപ്പോൾ കത്തി അവരുടെ നേരെ എറിയുമായിരുന്നു. എസ്തറിന് വാസ്തവത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് അവളെ സഹായിക്കാനാകുമെന്ന് അവൾ പൂർണ്ണമായി വിശ്വസിച്ചു. അവൾ അവനോട് ഒരു സുഹൃത്തിനോടെന്ന പോലെ സംസാരിച്ചു. ദയവായി എനിക്ക് ഒരു നല്ല ഭർത്താവിനെയും നല്ലൊരു കുടുംബത്തെയും ഒരു കുഞ്ഞിനെയും തരണമെന്ന് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സർവകലാശാലയിലെ പഠനമൊക്കെയും തീർത്ത ശേഷം അവളൊരു മരുന്ന് കടയിൽ ജോലിയിൽ പ്രവേശിച്ചു. അവിടെ വെച്ച് അവൾ ലൂയിസിനെ കണ്ടുമുട്ടി. അവൻ അവളുടെ മേധാവിയായിരുന്നു. അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ സ്നേഹത്തിലാവുകയും ഒരു പ്രത്യേക ശബത്തിൽ അവളെ ആലയത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. തുടർന്ന് എസ്തർ പള്ളിയിൽ പോകുവാൻ തുടങ്ങി. അവിടുത്തെ ആരാധന രീതികളൊക്കെയും അവൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ക്രമേണ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം അവൾ ആഗ്രഹിച്ചു. ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി തുടങ്ങി. ഈ സ്ഥലം അവളുടേതാണ് എന്നും അവൾ ഇവിടെ ഉള്ളതാണ് എന്ന് എസ്തറിൻ്റെ ഹൃദയത്തിൽ അനുദിനം ഉയരുന്നതായ ഒരു ശബ്ദം എല്ലാ ദിവസവും കേൾക്കുവാൻ തുടങ്ങി. അങ്ങനെ അവൾ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് അപ്പോൾ കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിച്ചു. അവൾ ലൂയിസിനോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടു. അങ്ങനെ അവൾ തുടർന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ എല്ലാ ശബത്ത് തോറും ആലയത്തിൽ കടന്നു വരുവാനും അവിടെയുള്ളതായ എല്ലാ ജനങ്ങളുമൊത്ത് ഒരു കൂട്ടായ്മ ആചരിക്കുവാനും തുടങ്ങി. തുടർന്ന് അവളുടെ സഹോദരിയെയും കുടുംബത്തെയും വേദപഠനത്തിന് ക്ഷണിച്ചു. അങ്ങനെ അവർ വേദം പഠിച്ചു കൊണ്ടിരിക്കുന്നതായ സന്ദർഭത്തിൽ അവളുടെ അപ്പൻ വീണ്ടും മദ്യപിച്ച് കടന്നു വന്നു. അദ്ദേഹം വീണ്ടും എസ്തറിനെ അടുക്കളയിലേക്ക് വിളിച്ച ഭീഷണിപ്പെടുത്തി, എത്രയും പെട്ടെന്ന് നിന്റെ കൂട്ടുകാരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നിന്നെയും അവരെയും ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. എസ്തറിന് വളരെയേറെ വിഷമം തോന്നി. അവൾ തൻ്റെ പിതാവിനോട് ഈ വണ്ണം പറഞ്ഞു, ശാന്തമായിരിക്കുക. പക്ഷേ അദ്ദേഹം ശാന്തമായില്ല. വളരെയേറെ
പൗരുഷത്തോടുകൂടെ ദേഷ്യത്തോടുകൂടെ അവളോട് സംസാരിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എസ്തർ തൻ്റെ കൂട്ടുകാരെ പറഞ്ഞു വിട്ടു. ഈ സന്ദർഭത്തിൽ എസ്തറിൻ്റെ പിതാവ് മുൻവശത്തുള്ള റൂമിലിരിക്കുകയാണ്. എസ്തർ വന്ന പിതാവിനെ ഒരു ചിരിയോടുകൂടെ അഭിമുഖീകരിച്ചു. എങ്കിലും അദ്ദേഹം ചിരിച്ചില്ല. അവൾ അകത്തേക്ക് കയറിപ്പോയി മുട്ടിൽമേലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇതിനൊരു പോംവഴി നീ എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ ആഗ്രഹിക്കുന്നതായ സന്തോഷം, ദൈവികമായ സന്തോഷം, സമാധാനം എനിക്ക് കൈവരിക്കുവാൻ തക്കവണ്ണം നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. അവസാനമായി അവൾ ഒരു തീരുമാനം എടുത്തു. യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അവൾ ഒരുക്കമായി. അവൾ സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. പിന്നീട് 8 വർഷങ്ങൾക്ക് ശേഷം എസ്തർ ഇന്ന് മെക്സിക്കോയിലെ വില്ലാർമോസയിലുള്ള അഡ്വൻറ്റിസ്റ്റ് പള്ളിയിലെ സഭാ സെക്രട്ടറിയും യുവജന നേതാവുമായി വേല ചെയ്യുന്നു. അവൾ ലൂയിസിനെ വിവാഹം കഴിച്ചു. ആദ്യ കുഞ്ഞിനായി പ്രതീക്ഷിക്കുന്നു. ഞാനൊരു നല്ല ഭർത്താവിനും ഒരു സന്തുഷ്ട കുടുംബത്തിനും ഒരു കുഞ്ഞിനുമായി പ്രാർത്ഥിച്ചു. അവൾ പറഞ്ഞു, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നു. നിങ്ങളുടെ ഉദാരമായ 13ാം വാര കാണികകൾക്കായി നന്ദി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗീയ പിതാവ്, നമ്മുടെ വലിയവനായ ദൈവം സൃഷ്ടി കഴിഞ്ഞപ്പോൾ ജീവനുള്ളതെല്ലാം എന്നെ സ്തുതിക്കട്ടെ എന്ന് ദൈവം ആവശ്യപ്പെട്ടു. ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ദൈവത്തോട് ആവശ്യങ്ങൾ പറയുവാനും എങ്ങനെ ആവശ്യങ്ങൾ പറയണമെന്നും ദൈവം നമ്മളെ പഠിപ്പിച്ചു. പ്രാർത്ഥന തന്നെ 2
വിധമുണ്ട്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക, വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുക. വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ച് ഇല്ലെങ്കിൽ കുഴപ്പമാണ്, വേണേ പ്രാർത്ഥിച്ചേക്കാം. ഇനി പ്രാർത്ഥനയുടെ കുറവുകൊണ്ട് അത് ഇന്നത് സംഭവിച്ചു എന്ന് വേണ്ട. ആ രീതിയിലുള്ള പ്രാർത്ഥന, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതും വിശ്വാസമില്ലാത്ത പ്രാർത്ഥിക്കുന്നതുമായിട്ട്, വിശ്വാസമില്ലാത്ത പ്രാർത്ഥനയെപ്പറ്റി ഒരു ഉദാഹരണം. ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ വളർന്നു വരുന്നു. ആ മാതാപിതാക്കന്മാർ ആ കുഞ്ഞിനെ യാതൊരു ദൈവിക മാർഗമോ ദൈവത്തെ പറ്റിയോ പ്രാർത്ഥനയെ പറ്റിയോ ബൈബിളിനെ പറ്റിയോ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ക്രിസ്തീയ കുടുംബം എന്ന് മാത്രമേ ഉള്ളൂ പേര്. ഈ കുഞ്ഞ് വളർന്നു വന്നപ്പോൾ ഒരു ചെറിയ നിയമം ആ വീട്ടിലുണ്ടാക്കി. എന്താണ്? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പല്ല് തേച്ച് മുഖം കഴുകി വേദപുസ്തകം എടുത്ത് നിവൃത്തി വെച്ച് ഒരു വാക്യം വായിക്കണം. അത് കഴിഞ്ഞ് കണ്ണടച്ച് 1 മിനിറ്റ് ധ്യാനിക്കണം. എന്താണ് വേദപുസ്തകം വായിക്കേണ്ടത്, എന്താണ് ധ്യാനിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്, ഇതൊന്നും ഈ മാതാവ് ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഒരു ഭവനത്തിലെ കുഞ്ഞുങ്ങളെ നേരായ രീതിയിൽ നേരായ ദിശയിൽ നല്ല സ്വഭാവത്തിൽ കൊണ്ടുവരുന്നത് മാതാവിൻ്റെ ചുമതലയാണ്. പിതാവ് കുടുംബത്തിന് വേണ്ടി അന്വേഷിക്കാൻ പോകുമ്പോൾ മാതാവിൻ്റെ കൂടായിരിക്കും ഈ കുഞ്ഞുങ്ങൾ വളരുന്നത്. ഈ കുഞ്ഞിനെ അങ്ങനെ യാതൊരു ബോധമില്ലാതെ ഈ അമ്മ വളർത്തി. ആ കുഞ്ഞിനൊരു നിയമം കൊടുത്തു. നേരം വെളുത്തെണീറ്റ് വരുമ്പോൾ പല്ല് തേച്ച് മുഖം കഴുകി വേദോത്സവം എടുത്തൊന്ന് വായിക്കണം, ധ്യാനിക്കണം, പിന്നത്തുള്ള കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ അവൾ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് ചോദിച്ചു, നീ എഴുന്നേറ്റോ? ആ എഴുന്നേറ്റു. വേദോത്സവം വായിച്ചോ? ആ ഞാൻ കണ്ടില്ല വേദോത്സവം. അമ്മ വന്ന് വേദോത്സവം എടുത്ത് കൊടുത്തു. അത് തുറന്നു. എന്തോ വായിച്ചത്, ഏതാ വായിച്ചത് ഒന്നും ഈ കുഞ്ഞിനറിയത്തില്ല. കണ്ണടച്ച് ധ്യാനിച്ചപ്പോൾ ആ വീട്ടിൽ പതിവായിട്ട് കടന്നു വരുന്ന ഒരു മനുഷ്യൻ കടന്നു വന്നു. അവൾ കണ്ടോണ്ട് ചോദിച്ചു, കുഞ്ഞെ നീ എന്തുവാ ഈ വേദോത്സവം ഇങ്ങനെ മടക്കി വെച്ചോണ്ട് ഉറങ്ങുന്നേ? പോയി കട്ടിലേ കിടന്ന് കുറച്ച് നേരം കൂടെ ഉറങ്ങാം. അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഉറങ്ങുകയല്ല, ഈ വീട്ടിലെ ടൈം ടേബിളായത്. അയ്യോ അതെന്തോ ടൈം ടേബിളാണ്? അതായത് നേരം വെളുത്ത് എണ്ണിക്കുമ്പോൾ പല്ല് തേച്ച് മുഖം കഴുകി വേദോത്സവം എടുക്കണം, തുറക്കണം, കുറച്ച് നേരം നോക്കിയിരിക്കണം, കണ്ണടയ്ക്കണം, കുറച്ച് നേരം ഇരിക്കണം. ഇതാണ് ഈ വീട്ടിലെ ടൈം ടേബിൾ. അപ്പോൾ അമ്മ വന്ന് കാണുമ്പം ഞാൻ കണ്ണടച്ചിരിക്കുന്നു, അമ്മയ്ക്ക് സന്തോഷം. ഈ കാര്യങ്ങളൊന്നും ഈ കുഞ്ഞിന് അറിയത്തില്ല. അങ്ങനെ കുഞ്ഞ് വളർന്ന് വന്ന് ഒക്കെ സ്കൂളിലെ പഠനം വളരെ ബുദ്ധിമുട്ടായി. ഒരു വിഷയങ്ങളും ഇവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ചില വിഷയങ്ങൾ മനസ്സിലാകുന്നില്ല. അമ്മ പലരോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ. എന്തോ ആ പ്രാർത്ഥന എന്ന് ഈ കുഞ്ഞിനറിയത്തില്ല. ഇവൾ അവസാനം പരീക്ഷ വന്നു. പരീക്ഷയിൽ ഇവൾ തോറ്റു. ഇവക്കെല്ലാം ദേഷ്യമായി. ഇവൾ തന്നെ ദേഷ്യപ്പെടുന്നു, അമ്മയോട് ദേഷ്യപ്പെടുന്നു, ആരോടൊക്കെ പ്രാർത്ഥിക്കാൻ അവരോട് ദേഷ്യപ്പെടുന്നു. ആ കുഞ്ഞിൻ്റെ ജീവിതം അങ്ങനെ ഒരു ക്രിസ്തീയ അനുഭവമില്ലാത്തൊരു ജീവിതമായിട്ട്. എന്നാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച ഒരു കുടുംബം നമുക്കിതാ കിടക്കുന്നു. ചെറുപ്പത്തിൽ തന്നെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അവരവരുടെ മകനെ മടിയിൽ വെച്ച് പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഈ കുഞ്ഞ് നോക്കി, എൻ്റെ അമ്മ എന്തിനാ തലയെ തുണിയിട്ടിരിക്കുന്നത്, എൻ്റെ അമ്മ എന്തിനാ കൈകൊട്ടുന്നത്, എൻ്റെ അമ്മ എന്തിനാ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നത്. ഈ ശീലത്തിൽ ഈ മോൻ വളർന്നു വന്നു. അമ്മ വളരെ പഥ്യോപദേശത്തിലും സത്യങ്ങളും സ്നേഹവും, യേശു ആരാണ്, ബൈബിൾ എന്താണ്, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, വ്യക്തിപരമായിട്ട് പ്രാർത്ഥന എന്താണ്, സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, സൺഡേ സ്കൂളിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം ഈ അമ്മ ഈ കുഞ്ഞിനെ പറഞ്ഞ് പരിശീലിപ്പിച്ച് ദൈവ പൈതലായിട്ട് മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞായിട്ട് വളർത്തിക്കൊണ്ട് വന്നു. അവൻ ഏകദേശം ഒരു പ്രായമായപ്പോൾ അവൻ്റെ പിതാവ് അവനിൽ നിന്ന് കടന്നുപോയി. വളരെ വിഷമമായി. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവർ 3 കൂടി നിന്നാണ് പ്രാർത്ഥിക്കുന്നത്, അപ്പനും അമ്മയും ഈ മോനും. ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ അമ്മയുണ്ട്, മോനുണ്ട്, അപ്പനില്ല. അപ്പൻ്റെ സ്ഥാനത്ത് അപ്പനില്ല. ഇവൻ വളരെ വിങ്ങി പൊട്ടി കരഞ്ഞു. അമ്മ മാറോട് കെട്ടിപ്പിടിച്ച് പറഞ്ഞു, മകനെ കരയരുത്, നമുക്ക് ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. എന്താന്ന് അറിയാമോ? എൻ മനമേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങിടുന്നതെന്ത്, ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. ദൈവത്തിൽ നിന്റെ പ്രത്യാശ വയ്ക്ക, അവൻ നിന്നെ പുലർത്തും. ഈ മോന് സന്തോഷമായി. ഇതാണല്ലോ അമ്മ
ദൈവം നമുക്ക് തന്നേക്കുന്ന വാഗ്ദത്തം. അവൻ വളർന്ന് വലുതായി. അവൻ ഏകദേശം നല്ലൊരു പ്രായമായപ്പോൾ ചുരുക്കം പേരിൽ അനുഭവപ്പെടുന്ന ഒരു അസുഖം ഇവന് പിടിച്ചു. മാരകമായ ഒരു അസുഖം ഈ മോന് പിടിച്ചു. അപ്പോൾ അവന് 24-25 വയസ്സായി. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ, എനിക്ക് അമ്മ, ഞങ്ങളെ രക്ഷിക്കാനും സംരക്ഷിക്കാനും കർത്താവായി യേശു ക്രിസ്തു. അപ്പോൾ അസുഖം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇവനെ വളരെ ചുരുക്കം പേർക്ക് പിടിപെടുന്ന ഒരു അസുഖമാണ് ഇവന് വന്നിരിക്കുന്നത്, നോക്കാം, പ്രാർത്ഥിക്ക്, ഇവനൊരു ഓപ്പറേഷൻ്റെ ആവശ്യമുണ്ട്. ഏകദേശം 3-3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷനാണ്, പ്രാർത്ഥിക്കാം. ഒരമ്മയും മോനും ഭയപ്പെട്ടില്ല, ദൈവത്തിൽ വിശ്വസിച്ചു. രണ്ടുപേരും അപ്പോഴും പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാൻ തിരുഹിതം പ്രവർത്തിക്കട്ടെ. ഇവരെ ഓപ്പറേഷൻ്റെ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. ഇവനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുവന്നു. അവിടെ അവർ കിടക്കുമ്പോൾ ഇവൻ അന്നേരം പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളെ സംരക്ഷിക്കാനും രക്ഷിക്കാനും നീ അവിടുന്ന് മാത്രമേ ഉള്ളല്ലോ, തിരുഹിതം നടത്തിക്കാട്ടെ. അല്ലാതെ എന്നെ ആയുസോടെങ്കിൽ തരണമെന്നോ ഒന്നും ആവശ്യപ്പെട്ടില്ല, തിരുഹിതം നടത്തിക്കാട്ടെ. എന്തു പറയുന്നു ദൈവജനമേ, ആ ഓപ്പറേഷൻ തിയേറ്ററിൽ ഭയങ്കര ഒരു പ്രകാശം ഉണ്ടായി, കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം. ആ പ്രകാശം ഇവൻ്റെ തലമീതെ കൂടെ കടന്ന് ഇവനിൽ കൂടി ഒഴുകിപ്പോയി. വലിയൊരു പ്രകാശമുണ്ടായി. അത് കഴിഞ്ഞു, ഡോക്ടർമാർ വന്നു. ഓപ്പറേഷനുള്ള സമയമായി. ഒന്നുകൂടി ഇവൻ്റെ BP എല്ലാം നോക്കി തയ്യാറായി. നോക്കിയപ്പോൾ അവർക്ക് അത്ഭുതം. ഡോക്ടർമാർ തമ്മിൽ പറഞ്ഞു, എന്താ ഇവൻ്റെ അസുഖം നമ്മൾ കാണുന്നില്ലല്ലോ, പല ടെസ്റ്റ് നോക്കിയിട്ട് കാണുന്നില്ലല്ലോ. ഈ മോനോട് ചോദിച്ചു, എന്ത് പറ്റി, നിനക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച് ഓപ്പറേഷൻ ചെയ്യണ്ട, എന്തു പറ്റി? അതെ ഡോക്ടറെ, ഈ മുറിയിൽ വലിയൊരു പ്രകാശം ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചു, ഈ സ്ട്രെച്ചറെ കിടന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഞാനും, നീയാണല്ലോ ഞങ്ങളെ സംരക്ഷിക്കുന്നത്, തിരുഹിതം നടപ്പാക്കണമേ. അപ്പോഴും അവൻ അതാ പ്രാർത്ഥിച്ച്, തിരുഹിതം നടപ്പാക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അമ്മ വരാതെ നിന്ന് അമ്മയെ വിളിച്ചു, എന്താ ഇവനിങ്ങനെ ഒരു മാറ്റം ഉണ്ടായല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഡോക്ടറെ, ഞാൻ വരാതെ നിൽക്കുകയായിരുന്നു, എന്നെ ആരോ വന്ന് എൻ്റെ പുറത്തിട്ട് 2 തല്ല് തല്ലി ഒരു തള്ളും തന്നു. ആരെയും ഞാൻ അവിടെ കണ്ടില്ല, ഞാനും പിന്നെ ദൂരെ കുറേ പേര് നിൽപ്പുണ്ടായിരുന്നു. അതെ, നിങ്ങൾ പ്രാർത്ഥിച്ച ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. മോൻ്റെ അസുഖം മാറി, ഓപ്പറേഷൻ ആവശ്യമില്ല, തൽക്കാലം അവനെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വിടുക. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടുകൂടി നിങ്ങൾ ദൈവത്തെ പ്രാർത്ഥിച്ചതുകൊണ്ട് നിങ്ങളുടെ മകന് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണേ. ആ മാതാവ് പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾ വിളിക്കുന്നതായ ദൈവം, ഞങ്ങൾ പാടുന്ന ഒരു പാട്ടുണ്ട് ഡോക്ടറെ, ഞാൻ ഈ സമയത്ത് ഞാനത് തിയേറ്ററിനകത്ത് ഈ മാതാവ് പാടുകയാണ്. പ്രാർത്ഥനയ്ക്കു തേര നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഇതാണ് ഡോക്ടറെ ഞങ്ങളുടെ ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു, ഫലം കിട്ടി. വിശ്വാസമില്ലാതെ പ്രാർത്ഥിച്ചു, അവിടെ ഫലം കിട്ടി. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ കൂടി അനുഗ്രഹിച്ച് നമ്മുടെ യാചനകൾക്ക് ഉത്തരം തന്ന് നമ്മളെ വഴി നടത്തുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ ശബസ്കൂൾ ആരാധനയുടെ അവസാനമായി നമുക്കേവർക്കും ചേർന്ന് നമ്മുടെ സത്യപ്രതിഭ ഗാനങ്ങളിലെ 684 684 നമുക്കേവർക്കും ചേർന്ന് പാടാം. തൻ സൃഷ്ടിയെല്ലാം
ഒന്നാകെ അനുഗ്രഹിച്ചു. ഈ ഭൂമിയും ആകാശവും തൻ സ്നേഹത്തെ ഘോഷിക്കുന്നു. തന്നത്ഭുത പ്രവർത്തികൾ എന്നേക്കും നിൽക്കുന്നു. സുബുദ്ധിയുള്ളെല്ലാവരും കർത്താവിൻ ക്രിയയെ ഓർക്കും. തൻ കൃപജ്ഞാനം ഹേതുവാ എന്നേക്കും തന്നെ സ്തുതിക്കും. യഹോവയായ യേശുവേ, നിൻ പൂർണ്ണവേല ഓർക്കയും ഞാൻ കണ്ടു നിന്നെ സ്തുതിച്ചു. നിൻ രക്ഷയിൽ സന്തോഷിക്കും. ഈ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ലൊരു ശബത്തിൻ്റെ അനുഭവം അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷയിലുടനീളം ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ പ്രോഗ്രാമും ചെയ്ത പ്രിയ മക്കളെ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച വിധങ്ങളെ ഓർത്ത് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു കർത്താവെ. തുടർന്ന് ഞങ്ങൾ ശാബത്ത് സ്കൂൾ പഠനത്തിനായി പോകുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടി ഉണ്ടായിരിക്കണമേ. ശ്രദ്ധയോടെ ഞങ്ങൾ ഓരോ കാര്യങ്ങളും പഠിക്കുവാനും അതടിയങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനും കർത്താവ് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം അങ്ങാണ് നടത്തിയത്. തുടർന്നുള്ള നിമിഷങ്ങളിലും അങ്ങ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷയെ അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. സകലതും യേശുവിൻ്റെ നാമത്തിൽ ഏറ്റവും താഴ്മയപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം പിതാവേ. ആമേൻ. ഹാപ്പി സാബത്ത് ടു ഓൾ ഓഫ് യു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിൽ ഏവരെയും ഇന്നത്തെ പാഠപഠനത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ സെക്കൻഡ് ക്വാർട്ടറിലുടനീളം വാഗ്ദത്തം അല്ലെങ്കിൽ ദി പ്രോമിസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം കഴിഞ്ഞ ചില ആഴ്ചകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ന് നമുക്ക് 10ാമത്തെ പാഠമാണ് പഠിക്കുവാനുള്ളത്. ഇതിൻ്റെ ശീർഷകം ഇപ്രകാരമാണ്: പുതിയ ഉടമ്പടി. ആരംഭം എന്നോണം മനഃപാഠവാക്യം നമുക്ക് ഏവർക്കും ഒരുമിച്ച് വായിക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നും യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 31-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. ഇന്നത്തെ പാഠപഠനം നമുക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ഒരു നിമിഷം നമുക്ക് തലകളെ വഴങ്ങി പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, മനോഹരമായ വിശുദ്ധ ശബ്ദത്തിൻ്റെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. പ്രത്യേകിച്ച് പുതിയ ഉടമ്പടി എന്ന വിഷയത്തെ ആസ്പദമാക്കി അടിയങ്ങൾ ഇന്നത്തെ പാഠം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് കൂടിയിരുന്ന് ആഴമേറിയ സത്യങ്ങൾ ഗ്രഹിക്കുവാനും അതിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും സഹായിക്കുമാറാകണമേ എന്ന് താഴ്മയോട് അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ പാഠം അതിൻ്റെ ശീർഷകം തന്നെ പുതിയ ഉടമ്പടി എന്നുള്ളതാണ്. പുതിയ ഉടമ്പടി എന്ന് കേൾക്കുമ്പോൾ തന്നെ പഴയ ഒരു ഉടമ്പടിയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത് പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിൽ എന്തെല്ലാം സമാനതകളുണ്ട്, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഉടമ്പടിയിൽ നിയമങ്ങൾക്കുള്ള പങ്ക് എന്താണ്, ആരോടാണ് ദൈവം ഈ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത്, ഈ പുതിയ ഉടമ്പടിയെ വിശേഷതയേറിയ നിയമം അല്ലെങ്കിൽ ബെറ്റർ കവനന്റ് എന്ന് പറയുവാനുള്ള കാരണം എന്താണ്, ഉടമ്പടിയും സ്വർഗീയ വിശുദ്ധ മന്ദിരവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവയൊക്കെയാണ് ഇന്നത്തെ പാഠത്തിലൂടെ നാം പഠിക്കുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു വിഭാഗം ക്രിസ്ത്യാനികളും കരുതുന്നത് പഴയ നിയമം ഒഴിഞ്ഞുപോയി, നീങ്ങിപ്പോയി, അതിൽ അടങ്ങിയിരിക്കുന്നതായ വിശുദ്ധ ശബ്ദത്തിൻ്റെ കൽപ്പനകളൊക്കെ നീങ്ങിപ്പോയി, അതുകൊണ്ട് അവയൊന്നും ഇന്ന് നമുക്ക് ആചരിക്കേണ്ട ആവശ്യമില്ല എന്ന്
അതുപോലെ തന്നെ പുതിയ നിയമത്തെ കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിന് 2 കൽപ്പനകളാക്കി ചുരുക്കി നൽകിയിരിക്കുന്നു എന്നും ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ള ഈ 2 കൽപ്പനകളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്നും കരുതുന്നു. അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇടയിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണത്തോടുകൂടി ഇന്നത്തെ പാഠം ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു മാസികയിൽ ഒരു കാർട്ടൂൺ പടം ഇപ്രകാരം ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് എക്സിക്യൂട്ടീവ് തൻ്റെ മുൻപാകെ നിൽക്കുന്ന മറ്റു ബിസിനസ് എക്സിക്യൂട്ടീവ്സിന് മുമ്പിൽ തൻ്റെ കമ്പനിയുടെ ഒരു ഉൽപ്പന്നം അത് പ്രദർശിപ്പിക്കുന്നതായ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഡിറ്റർജൻറ്റ്, അതിൻ്റെ ബോക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് വളരെയധികം കോൺഫിഡൻസോടുകൂടി ആ ബോക്സ് ഉയർത്തി മറ്റുള്ളവരെ കാണിക്കുകയാണ്. ആ ബോക്സിനകത്ത് ഡിറ്റർജൻ്റ് ഉണ്ട്. ആ ബോക്സിൻ്റെ പുറമെ NEW എന്ന ന്യൂ എന്ന പുതിയത് എന്നർത്ഥമുള്ള ന്യൂ എന്ന് അവിടെ എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹം വളരെയധികം കോൺഫിഡൻസോടുകൂടി ഇത് എടുത്ത് കാണിക്കുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന മറ്റു പുരുഷന്മാരും സ്ത്രീകളും ഒക്കെയും കരുതുന്നത് ഇത് പുതിയൊരു തരം ഡിറ്റർജൻ്റ് ആയിരിക്കും, പുതിയൊരു ഉൽപ്പന്നമാണ് എന്ന് അവർക്ക് വിശ്വാസം തോന്നുമാറുള്ള രീതിയിലാണ് ഈ ബോക്സ് അവിടെ കാണപ്പെട്ടത്. പക്ഷേ പിന്നീട് ആ ബിസിനസ് എക്സിക്യൂട്ടീവ് അവരോട് പറയുകയാണ്, ഇതിനകത്തുള്ള ഡിറ്റർജൻറ്റ് പഴയത് തന്നെയാണ്, പക്ഷേ ആ ബോക്സിൽ എഴുതിയിരിക്കുന്ന ന്യൂ എന്ന് എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ മാത്രമാണ് പുതിയത്, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് എന്ന് പറയുവാനുള്ള ഇടയായി. ഇതുപോലെ തന്നെയാണ് ഇന്ന് പഴയ നിയമവും പുതിയ നിയമവും നാം മനസ്സിലാക്കേണ്ടത്. പഴയ നിയമം എന്ന് പറയുന്നതും പുതിയ നിയമം എന്ന് പറയുന്നതും നാം നോക്കുമ്പോൾ അതിൻ്റെ പ്രത്യാശയും അതിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകളും അതിൻ്റെ ഉടമ്പടിയുടെ അടിസ്ഥാനമൊക്കെയും സമാനമാണ്. അതിന് മാറ്റമില്ല, അത് ഒരുപോലെ തന്നെയാണ്. പിന്നെ എവിടെയാണ് വ്യത്യാസം എന്നുള്ളത് ഇന്നത്തെ പാഠത്തിലൂടെ നാം മനസ്സിലാക്കുവാൻ ഇടയാകും. അപ്പോൾ അന്ന് നൽകിയിരിക്കുന്ന അതേ ഉടമ്പടിയെ തന്നെയാണ് വീണ്ടും കർത്താവ് പുതിയ ഉടമ്പടിയിലൂടെ പുതുപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് തിങ്കളാഴ്ചയുടെ ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാലം വരും എന്ന ശീർഷകമാണ് അവിടെ നൽകിയിരിക്കുന്നത്. എന്തിനുള്ള കാലം വരുമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും. അപ്പോൾ ഈ നിയമം ആരാണ്? ഈ നിയമത്തിന് തുടക്കം അല്ലെങ്കിൽ ഈ ഉടമ്പടിക്ക് തുടക്കമിട്ടത് ആരാണ്? ആരുടെ നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെയാണ് ദൈവം അവിടെ ആ വാക്യത്തിലൂടെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യിരെമ്യാവ് 31-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 34 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഇപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്നും കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. തുടർന്നുള്ള ഭാഗങ്ങളിൽ ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഈ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവിടെ ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഈ ഉടമ്പടിക്ക് തുടക്കമിട്ടത് ആരാണ്? യഹോവയായ ദൈവം തന്നെയാണ് ഈ പുതിയ ഉടമ്പടിക്ക് തുടക്കമിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നോഹയുമായുള്ള ഒരു ഉടമ്പടി, അതിൻ്റെ ആരംഭം, അത് തുടങ്ങിയത് യഹോവയായ ദൈവമായിരുന്നു. അബ്രഹാമിനോട് ഉടമ്പടി ചെയ്യുവാൻ കടന്നു വന്നതും യഹോവയായ ദൈവമായിരുന്നു. പിന്നീട് ഇസ്രായേൽ മക്കളോട് സീനായ് മലയിൽ ഉടമ്പടി ചെയ്യുവാൻ തുടക്കമിട്ടതും യഹോവയായ ദൈവമായിരുന്നു. അതേ ദൈവം തന്നെ ഇപ്പോൾ ഈ പുതിയ നിയമകാലഘട്ടത്തിലും പുതിയൊരു ഉടമ്പടിയുമായി ഇതാ കർത്താവ് തന്നെ അതിൻ്റെ തുടക്കക്കാരനായി മാറിയിരിക്കുന്നു നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ അവനാക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് നാം ഇസ്രായേൽ ജനതയോട് ദൈവം നിയമം ഉടമ്പടി ചെയ്തപ്പോൾ ഇസ്രായേൽ ജനതകൾ എന്താണ് പറഞ്ഞത്? പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവ കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ അനുസരിച്ച് നടക്കുമെന്ന് അവർ പറയുന്നു. അവർ അനുസരിച്ച് നടക്കുമെന്ന് അവരുടെ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയാലും ദൈവത്തിൻ്റെ
പറയുന്നതൊക്കെയും അനുസരിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ അന്ന് അങ്ങനെ പറയുമെങ്കിലും പിന്നീട് അവർക്ക് ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിച്ച് നടക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആകയാൽ യഹോവ പറയുകയാണ്, ദൈവത്തിൻ്റെ ജനവും തമ്മിലുള്ള ബന്ധം എപ്രകാരമുള്ള ബന്ധമാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് നോക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ കരുതുന്നത് പോലെയും വിശ്വസ്തനായിരിക്കുന്നത് പോലെയും സ്നേഹിക്കുന്നത് പോലെയും സർവശക്തനായ ദൈവം താൻ തിരഞ്ഞെടുത്ത തൻ്റെ ജനത്തെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്തുകൊണ്ട് അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ദൈവം അവിടെ ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവജനമോ ഇസ്രായേലോ എന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ നിയമത്തെ അവിടെ ലംഘിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആകയാൽ ഇപ്പോൾ ദൈവം തന്നെ തുടക്കക്കാരനായിട്ട് വീണ്ടും തൻ്റെ ജനത്തെ സമീപിച്ചുകൊണ്ട് പുതിയൊരു നിയമം അവരുടെ ഹൃദയങ്ങളിൽ നൽകുവാൻ, പുതിയൊരു ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പുതിയൊരു ഹൃദയം അവർക്ക് നൽകിക്കൊണ്ട് ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണം നൽകുവാനായിട്ട് കർത്താവ് ഇവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല ഇവിടെ പറയുന്നു, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവ അവരോട് പറയുന്നു. തൻ്റെ ജനം പാപം ചെയ്യുമ്പോൾ അവരോട് കരുണയുള്ളവനായിരുന്നു അവരുടെ പാപങ്ങളെയൊക്കെയും ക്ഷമിക്കുവാൻ ഒരുക്കമുള്ളവനായി ഇതാ പുതിയൊരു നിയമം ചെയ്ത് പുതിയൊരു ഉടമ്പടി ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ തൻ്റെ ജനത്തെ സമീപിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് അനേകർ പറയുന്നത് ദൈവത്തിൻ്റെ പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി നീങ്ങിപ്പോയി എന്ന് പറയുന്നു. പക്ഷേ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതേ പഴയ ഉടമ്പടി തന്നെയാണ് ഇവിടെയും ഈ പുതിയ ഉടമ്പടിയിലും കർത്താവ് നൽകുന്നത്. അതേ ഉടമ്പടി തന്നെയാണ്. പക്ഷേ ആ ഉടമ്പടിയുമുള്ള നമ്മുടെ മനോഭാവത്തിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അന്ന് ഇസ്രായേലിൽ തങ്ങൾക്ക് ഇത് അനുസരിച്ച് നടക്കുവാൻ സാധിക്കുമെന്ന് അവർ സ്വയമായി കരുതി. പക്ഷേ അവർ ദൈവത്തിൽ ആശ്രയിച്ചില്ല. അവർ കേട്ട നല്ല സദ്വർത്തമാനം അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയായി പരിണമിക്കായതുകൊണ്ടാണ് അവർക്ക് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിലനിൽക്കുവാൻ സാധിക്കാതെ പോയത്. പക്ഷേ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, അന്ന് സീനായി മലയിൽ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ പഴയ ഉടമ്പടിക്കും പുതിയ ഉടമ്പടിക്കും വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. ആ ഉടമ്പടി പഴയതോ കാലഹരണപ്പെട്ടതോ ആയിരുന്നില്ല. പക്ഷെ അത് ലംഘിക്കപ്പെട്ടു. അത് ആരാൽ ലംഘിക്കപ്പെട്ടു? അത് അനുസരിക്കാമെന്ന് പറഞ്ഞ ദൈവജനം തന്നെ അത് ലംഘിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിൽ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 5:17-27 ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. ന്യായപ്രമാണത്തെ യഹോവയായ ദൈവം കർത്താവായ യേശു ഒരിക്കലും ന്യായപ്രമാണത്തെ നീക്കം ചെയ്തില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മോശയുടെ ന്യായപ്രമാണത്തിലാണ് നീക്കം വന്നത് എങ്കിലോ തൻ്റെ കൈവിരൽ കൊണ്ട് എഴുതിയ തൻ്റെ വിശുദ്ധ കൽപ്പനയായ 10 കൽപ്പനയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആകയാൽ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ തന്നെ ജാതികളെ കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ജാതികളെക്കുറിച്ച് പറയുകയാണ്, അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തുകൊണ്ട് അവർ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. ഈവൻ ജാതികളുടെ ഹൃദയത്തിൽ പോലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് അവരുടെ പ്രവൃത്തികളാൽ വെളിപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഒരിക്കലും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പിന്നെയോ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയും മറക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ ജനത്തെ ദൈവം വീണ്ടും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആ ന്യായപ്രമാണത്തെ ഒരിക്കൽ കൂടി ആക്കിക്കൊണ്ട് ഒരു പുതിയ നിയമത്തെ പുതിയ ഉടമ്പടിയാണ് അവിടെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് തിങ്കളാഴ്ചയുടെ ഭാഗത്തേക്ക് നാം കടന്നു വരികയാണെങ്കിൽ അതിൻ്റെ ശീർഷകം പ്രകാരമാണ് ഹൃദയ പരിവർത്തനം. അതായത് പൂർണ്ണമായ ഒരു മാനസാന്തരം. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ എപ്പോഴെല്ലാം ഇസ്രായേൽ ജനത പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് കടന്നുപോയോ അപ്പോഴൊക്കെയും ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരെ അവരുടെ അടുക്കലേക്ക് നയിച്ചുകൊണ്ട് അവരുടെ തെറ്റുകളെ അവരെ ഉണർത്തിക്കൊണ്ട് വീണ്ടും തൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനം നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നാം നേരത്തെ വായിച്ചതുപോലെ ഈ അപ്രകാരം
ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ നിയമം, എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് അവിടെ പറയുന്നു. ഇതേപോലെ തന്നെ ഹോശിയ പ്രവാചകനിലൂടെ ദൈവം എന്താണ് അവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹോശിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള ഭാഗത്ത് നാം നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്രകാരം പറയുന്നു, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതെ, നീതിയോടും ന്യായത്തോടും ദയയോടും കരുണയോടും കൂടി നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. അവിശ്വസ്തത കാണിച്ചിരുന്ന ഒരു ദൈവജനത്തോട് അവർ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് ജീവിച്ചിരുന്നപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ ഹോശിയെ അവിടെ അയച്ചിട്ട് ഇപ്രകാരം പറയുകയാണ്, ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. വിവാഹത്തിന് നിശ്ചയിച്ച ഒരു കന്യക എപ്രകാരം ആ വിവാഹത്തിന് നിശ്ചയിച്ച പുരുഷനോടുള്ള ബന്ധത്തിൽ എപ്രകാരം തന്നെ വിശുദ്ധിയായി നിർമ്മല കന്യകയായി കാത്തു സൂക്ഷിക്കുമോ അതുപോലുള്ളൊരു ബന്ധമാണ് ദൈവം എൻ്റെ ജനവുമായി ആഗ്രഹിക്കുന്നത്. അതായത് ഇവിടെ പറയാണ്, ഞാൻ അവൾ എന്നോട് വിശ്വസ്തത കാണിക്കുന്നില്ല എങ്കിലും ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും എന്നാണ് അവിടെ യഹോവ പറയുന്നത്. മാത്രമല്ല, നീ യഹോവയെ അറിയുകയും ദൈവത്തെ കൂടുതലായി അറിയുവാൻ, ദൈവത്തെ ആരാണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവവുമായുള്ള ആ ബന്ധത്തിൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി പിന്മാറ്റാവസ്ഥയിലേക്ക് കടന്നുപോയ ദൈവജനത്തെ വീണ്ടും തൻ്റെ പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളിൽ ദൈവമായ കർത്താവ് അവരെ വിളിക്കുന്നതായി ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ദൈവജനത്തിൻ്റെ മത്സരവും അവിശ്വാസവും നിമിത്തം ദൈവ പദ്ധതിക്ക് തടസ്സം നേരിട്ടപ്പോഴൊക്കെയും ദൈവം തൻ്റെ ദാസന്മാരെ, പ്രവാചകന്മാരെ അവരുടെ അടുക്കിലേക്ക് അയച്ചിരുന്നു. ആരൊക്കെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ, തങ്ങളുടെ പാപങ്ങളെ ഓർത്ത് അനുദപിക്കുകയും അനുസരിച്ച് ദൈവത്തെ അനുസരിച്ച് അവൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിപ്പാൻ താല്പര്യപ്പെടുന്ന ഓരോരുത്തരുമായി തൻ്റെ ഉടമ്പടി ബന്ധം നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നമുക്കിവിടെ കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ഈ ഹൃദയ പരിവർത്തനം ദൈവം തൻ്റെ ന്യായപ്രമാണത്തെ വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആക്കുന്നതിന് മുൻപാകെ ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. അതിന് ചില വാക്യങ്ങൾ നാം വായിച്ച് മനസ്സിലാക്കാം. യെഹെസ്കേൽ 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഞാൻ അവർക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിൽ ആക്കുകയും ചെയ്യും. അപ്പോൾ ദൈവം തൻ്റെ ന്യായപ്രമാണത്തെ വീണ്ടും നമ്മുടെ ഹൃദയങ്ങളിൽ ആക്കുന്നതിന് മുൻപാകെ ദൈവം എന്താണ് ചെയ്യുന്നത്? നമുക്ക് വേറൊരു ഹൃദയം നൽകുകയും പുതിയൊരു ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ ആക്കുകയും ചെയ്യുന്നു. നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിച്ച് പൂർണ്ണമായി ഒരു മാറ്റത്തിൻ്റെ അവസ്ഥയിലാക്കിക്കൊണ്ട് ദൈവം തൻ്റെ വിശുദ്ധമായ കൽപ്പനകളെ നമ്മുടെ ഹൃദയത്തിൽ എഴുതുവാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ 18-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളിൽ. ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ പുതിയൊരു ഹൃദയത്തെയും ആത്മാവിനെ സമ്പാദിച്ചുകൊള്ളിൽ. എങ്ങനെയാണ് സമ്പാദിക്കുക? നാം അനുദപിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി നിലവിളിക്കുമ്പോൾ തീർച്ചയായും ആ പുതിയ ഹൃദയത്തെയും പുതിയ ആത്മാവിനെയും ദൈവം നമുക്ക് നൽകും. മറ്റൊരു വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, യെഹെസ്കേൽ 36-ന്റെ 26-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. ഇവിടെ നമുക്ക് ഈ വാക്യത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത് ദൈവം തന്നെയാണ് അതിൻ്റെ ഫുൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം പറയുകയാണ്, ദൈവം നമുക്കൊരു പുതിയ ഹൃദയം നൽകും, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകും. നമ്മുടെ കല്ലായുള്ള ഹൃദയം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി നമുക്ക് ജഡത്തിൻ്റെ ഒരു ഹൃദയം ദൈവം നമുക്ക് നൽകും. അതുമാത്രമല്ല, അവൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി അവൻ്റെ ചട്ടങ്ങളെ നമ്മുടെ ഹൃദയത്തിലാക്കി അവൻ്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയൊരു ഹൃദയം നൽകിക്കൊണ്ട് തൻ്റെ ആത്മാവിനെയും നമുക്ക് കൂട്ടായി നൽകിക്കൊണ്ട് തൻ്റെ വിശുദ്ധ കൽപ്പനകളെ അനുസരിച്ച് നടക്കുവാനുള്ള എല്ലാ പ്രൊവിഷൻസും ദൈവം തൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്. ദൈവം ഒരിക്കലും ആരെയും തൻ്റെ ഉടമ്പടികളെ ആരുടെ മേലും അടിച്ചമർത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. വാതിൽ നമുക്ക് മുൻപായി തുറന്നു കിടക്കുന്നു, അല്ലെങ്കിൽ അവസരങ്ങൾ ദൈവം നമുക്ക് മുൻപാകെ വെച്ചിരിക്കുന്നു, അനുഗ്രഹവും ശാപവും നമുക്ക് മുൻപാകെ ഉണ്ട്. നമുക്ക് ഇതിലേത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിൻ്റെ പൂർണ്ണ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആ
ഇന്നത്തെ ദിവസം ഒരു പുതിയ ഹൃദയം വേണം, അല്ലെങ്കിൽ ദൈവമേ നിന്റെ ഹൃദയം, നിന്റെ കൽപ്പന എൻ്റെ ഹൃദയങ്ങളിൽ എഴുതപ്പെടണം, എനിക്ക് കർത്താവിനെ ഇനിയും കൂടുതലായി അറിയുവാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് സ്നേഹത്തോടെ സ്വീകരിക്കുകയും തൻ്റെ ആത്മാവിനെയും തൻ്റെ ന്യായപ്രമാണത്തെയും അവൻ്റെ ഉള്ളിലാക്കി അപ്രകാരം നടക്കുവാൻ സഹായിക്കും. ഒരുപക്ഷെ നമുക്ക് ചുറ്റിനുമുള്ള ആരെങ്കിലും ഇതുപോലുള്ള ആവശ്യം നമ്മോട് പറഞ്ഞു വരികയാണെങ്കിൽ അവരെ കർത്താവിലേക്ക് നയിക്കുവാനുള്ള ഒരു വഴി നടത്തിപ്പിനുള്ള ഒരു മാർഗം നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കുമോ എന്ന് നാമും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനി ചൊവ്വാഴ്ചയുടെ ഭാഗത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ശീർഷകം ഇപ്രകാരമാണ്: പഴയതും പുതിയതുമായ ഉടമ്പടികൾ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ ഉടമ്പടി അത് അക്ഷരീയമായ ഇസ്രായേലിനോടാണ് ദൈവം അന്ന് അവിടെ ചെയ്തത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ പുതിയ ഉടമ്പടിയോ അത് അവൻ ആത്മീയ ഇസ്രായേലിനോടാണ് ചെയ്യുന്നത്. എങ്കിൽ തന്നെയും അക്ഷരീയമായ ഇസ്രായേലിനോട്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ വാക്യത്തിൽ വായിക്കുവാൻ കഴിയും, യിരെമ്യാ 31:33, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം. അന്നും ഇസ്രായേൽ ഗൃഹത്തോട് ദൈവം ഈ നിയമം ചെയ്തു. പിന്നീട് പുതിയ ഉടമ്പടിയും ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്തു. ഈ ഇസ്രായേൽ ഗൃഹം എന്നതുകൊണ്ട് എന്താണ് നാം ഉദ്ദേശിക്കുന്നത്? അബ്രഹാമിന്റെ സന്തതിയിൽ രക്തബന്ധവും ജനനവും കൊണ്ട് യഹൂദ കുലത്തിൽപ്പെട്ടവർക്ക് മാത്രമാണോ ഈ ഉടമ്പടി അവകാശം? അല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയും. പഴയ നിയമത്തിൽ തന്നെ ദൈവം ഇസ്രായേൽ ഗൃഹത്തോട് ഈ ഉടമ്പടി സ്ഥാപിച്ചപ്പോഴും കർത്താവ് അവിടെ ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുകയാണ്. ഏതെല്ലാം ആരെങ്കിലും അന്യജാതിക്കാരനോ പരദേശികളോ ആയിരിക്കുന്നോ ആരെങ്കിലും തൻ്റെ ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരൊക്കെയും ദൈവം തൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരികയും അവരെ ദൈവത്തിൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കുമെന്നുള്ള വാക്യങ്ങൾ യെശയ്യാ 56:6-7 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ, പഴയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനതയോടൊപ്പം തന്നെ അവരോട് ചേർന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായി ആഗ്രഹിച്ച ഓരോ അന്യജാതിക്കാരനും ഈ ഉടമ്പടിയിൽ അവകാശം അന്ന് ദൈവം നൽകിയിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പുതിയ നിയമത്തിലും കർത്താവായ യേശുക്രിസ്തു പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഈ പുതിയ ഉടമ്പടിക്ക് അവൻ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ഇനി യഹൂദനെന്നോ യവനെന്നോ അല്ലെങ്കിൽ അന്യജാതിക്കാരനോ ഒന്നും വ്യത്യാസമില്ല. ഇനി യഹൂദൻ അല്ലെങ്കിൽ ഒരു ഇസ്രായേലിനോ, യഥാർത്ഥ ഇസ്രായേലിനോ അല്ലെങ്കിൽ ഒരു പുറജാതിക്കാരനോ നമ്മളെപ്പോലുള്ള വ്യക്തികളോ ദൈവത്തെ അറിയണമെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രം, മധ്യസ്ഥനായ ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിലൂടെ മാത്രമേ നമുക്ക് ഈ കൃപയുടെ രക്ഷയിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. കൃപയാൽ ദൈവം രക്ഷ നൽകുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ യാഗങ്ങളെയും കർത്താവ് നമുക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട അവൻ്റെ ആ യാഗത്തിൽ നാം വിശ്വസിച്ചുകൊണ്ട് കടന്നു വരുമെങ്കിൽ തീർച്ചയായും ഈ പുതിയ ഉടമ്പടിയിൽ എല്ലാവർക്കും അതിനുള്ള അവകാശം ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആകയാൽ പുതിയ നിയമത്തിൽ പുറജാതികളായിരുന്നവർ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ആയിരുന്നുവെങ്കിലും പിന്നെ അവർ ക്രിസ്തുവിൻ്റെ രക്തത്തിലേക്ക് വന്നു. ജാതി വ്യത്യാസമില്ലാതെ എല്ലാ വിശ്വാസികളോടും പുതിയ നിയമത്തിൽ ക്രിസ്തു മധ്യസ്ഥത ചെയ്യുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി നമ്മുടെ ഇടയിൽ നിൽക്കുന്നു. അവങ്കിലേക്ക് അടുത്തു വരുന്ന ഏവർക്കും ഈ ഉടമ്പടിയുടെ സർവ്വ അവകാശങ്ങളും അതുപോലെ ഈ ഉടമ്പടി അനുസരിക്കുന്നത് നിമിത്തമുള്ള വാഗ്ദത്തങ്ങളും അവൻ പ്രദാനം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അടുത്തതായിട്ട് ബുധനാഴ്ചയുടെ പാഠത്തിലേക്ക് കടന്നു പോവുകയാണെങ്കിൽ വിശേഷതയേറിയ ഉടമ്പടി. എന്തുകൊണ്ടാണ് അവിടെ വിശേഷതയേറിയ ഉടമ്പടി എന്ന പുതിയ നിയമത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നാം നോക്കുകയാണെങ്കിൽ, അതിൻ്റെ വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, പഴയ നിയമത്തിൻ്റെ ഉടമ്പടിയിൽ ഒരു കുഴപ്പം അല്ലെങ്കിൽ ഒരു കുറവ് സംഭവിച്ചു. അതെന്താണ്? നിയമത്തിലുള്ള കുഴപ്പമാണോ? ഒരിക്കലുമല്ല. പിന്നെയോ അത് അനുസരിക്കാതെ ദൈവജനത്തിനുണ്ടായ വീഴ്ചയാണ് അവിടെ കുറവ് എന്ന് പറയുന്നത്. ദൈവജനം വിശ്വാസത്തിലൂടെ അതിനെ അംഗീകരിക്കാത്തത് നിമിത്തം അനേകർ ആ ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചത് നിമിത്തം ഉണ്ടായ വീഴ്ചയാണ് അവിടെ കുറവ് എന്ന് പറയുന്നത്. പക്ഷേ പുതിയ ഉടമ്പടിയിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, പുതിയ നിയമത്തിന് കർത്താവായ യേശു ക്രിസ്തു തന്നെ യാഗമായി തീർന്നു. പഴയ നിയമത്തിൽ മൃഗങ്ങളെ ബലിയായി
രക്തത്താണ് ഉറപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടയാളങ്ങളും നിഴലുകളും മാതൃകകളും ആയവയ്ക്ക് പകരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിയപ്പെട്ട കുഞ്ഞാടായ സാക്ഷാൽ യേശു തന്നെ നമുക്കുണ്ട്. നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ മഹാപുരോഹിതനായ യേശു തന്നെ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ നിൽക്കുന്നു. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ മഹാപുരോഹിതനായി പ്രവർത്തിച്ചിരുന്ന ഒരു ലേവ്യ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന് അനേകം ബലഹീനതകൾ ഉണ്ടായിരുന്നു. ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയും തൻ്റെ പാപത്തിന് വേണ്ടിയും അവിടെ ദൈവസന്നിധിയിൽ യാഗം അർപ്പിക്കേണ്ടവനായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് നമുക്കെല്ലാവർക്കും വേണ്ടി യാഗമായി തീർന്നു എന്ന് കാണുവാൻ കഴിയും. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. എബ്രായർ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. പഴയ നിയമത്തിൽ അനേകം യാഗങ്ങൾ പ്രകാരം അർപ്പിച്ചിരുന്നു എങ്കിലും അതൊരു പൂർണ്ണതയിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ അന്നത്തെ കാലത്ത് അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചെയ്യേണ്ടുന്ന ഒരു കടമയായിരുന്നു. അത് അന്ന് അവർ ചെയ്തു. എങ്കിൽ പുതിയ നിയമത്തിൽ എബ്രായർ 9:26 വാക്യം ഇപ്രകാരം പറയുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അവൻ തന്നെ നമ്മുടെ സന്നിധിയിൽ അവൻ ഈ ഭൂമിയിൽ കടന്നു വരികയും ത്യാഗ മനോഭാവത്തോടുകൂടി ജീവിക്കുകയും തൻ്റെ വിലയേറിയ ജീവനെ നമുക്ക് വേണ്ടി നൽകുകയും യാഗമായി തീരുകയും ചെയ്തു. അപ്രകാരം അതിനുശേഷം ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് നമുക്ക് വേണ്ടി ഒരു പുരോഹിതനായി മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ അപ്പോൾ നിഴലായിരുന്നവയും പഴയ നിയമത്തിലുണ്ടായിരുന്ന എല്ലാ യാഗകർമാദികളൊക്കെയും നീക്കിക്കൊണ്ട് ഒരിക്കലായിട്ട് സർവ്വജനത്തിനും വേണ്ടിയിട്ട് കർത്താവ് യാഗമായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വ്യാഴാഴ്ചയുടെ ഭാഗത്തേക്ക് നാം നോക്കുകയാണെങ്കിൽ പുതിയ ഉടമ്പടിയുടെ പുരോഹിതൻ എന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് നാം കാണുന്നത്? പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ പുരോഹിതനായി കർത്താവായ യേശു ക്രിസ്തുവിനെ എബ്രായർ എഴുതിയ ലേഖനം വളരെ വ്യക്തമായി അവിടെ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ശുശ്രൂഷയെക്കുറിച്ചും പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സ്വർഗീയ വിശുദ്ധ മന്ദിര ശുശ്രൂഷ പുതിയ ഉടമ്പടി വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇവിടെ ഈ സകല മൃഗങ്ങളും പുരോഹിത മധ്യസ്ഥതകളും ക്രിസ്തുവിൽ പൂർത്തീകരണം പ്രാപിക്കുന്നു. പുതിയ ഉടമ്പടി രക്തത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ യാഗം മാത്രമാണ്. ക്രിസ്തുവിന്റെ രക്തം പുതിയ ഉടമ്പടിയെ സ്ഥിരീകരിച്ചുകൊണ്ട് സീനായി ഉടമ്പടിയും അതിലെ യാഗങ്ങളും പഴയതോ മാഞ്ഞുപോയതോ ആക്കി തീർത്തു. ഒരിക്കലായി എന്നേക്കുമുള്ള സത്യയാഗം നടപ്പാക്കി കഴിഞ്ഞു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രിസ്തു ഒരിക്കലായി മരിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഒരു മൃഗബലിയുടെ ആവശ്യം അവിടെയില്ല. ഭൗമിക വിശുദ്ധ മന്ദിര ശുശ്രൂഷകളെല്ലാം അതിൻ്റെ പൂർത്തീകരണം നിറവേറ്റി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ തൻ്റെ സ്വന്തം ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം നോക്കുമ്പോൾ പുതിയ ഉടമ്പടിയുടെ പുരോഹിതനായി ഇപ്പോൾ തൻ്റെ സ്വന്തം രക്തവുമായി സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷയിലായിരിക്കുന്ന യേശുവിൽ സർവവും നിറവേറി കഴിഞ്ഞിരിക്കുന്നു. ക്രിസ്തു തന്റെ സ്വന്തം രക്തം ചിന്തിക്കൊണ്ട് മഹാപുരോഹിതനായി സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. ഇതാണ് പുതിയ ഉടമ്പടിയിൽ നമുക്കുള്ള പ്രത്യാശയും വാഗ്ദത്തവും. എന്തുകൊണ്ടാണ് ഈ പുതിയ ഉടമ്പടി ഏറ്റവും വിശേഷതയേറിയത് എന്ന് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം പ്രത്യാശയും നമുക്ക് വാഗ്ദത്തവും നൽകുന്ന ഒരു പുതിയ ഉടമ്പടിയിലേക്കാണ് ദൈവം നമ്മെ ക്ഷണിക്കുന്നത്. ഈ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി മൃഗങ്ങളല്ല, പിന്നെയോ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന കുഞ്ഞാടായ യേശു ക്രിസ്തു തന്നെ അതിന്റെ മധ്യസ്ഥനായി നമുക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ ഈ നിമിഷം ഈ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും കർത്താവായ യേശു ക്രിസ്തു താൻ കാൽവരിക്കുരിശിൽ ചിന്തിയ ആ വിലയേറിയ രക്തം പിതാവിന്റെ മുൻപിൽ കാണിച്ചുകൊണ്ട് സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കും നമ്മുടെ കുറവുകൾക്കും നമ്മുടെ ബലഹീനതകൾക്കും വേണ്ടി പിതാവിനോട് യാചിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും വീണ്ടും നമുക്ക് അവസരങ്ങൾ നൽകി മാനസാന്തരത്തിലേക്ക് നാം നയിക്കുവാനും ക്രിസ്തുവുമായുള്ള ഒരു പൂർണ്ണ ബന്ധത്തിലേക്ക് ആയിത്തീരുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് യാചിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, ഈ പുതിയ ഉടമ്പടിയുടെ പുരോഹിതനായി കർത്താവായ യേശു ക്രിസ്തു നമുക്കുള്ളപ്പോൾ നാം എത്രമാത്രം
സന്തോഷമുള്ളവരായിരിക്കണം. ഈ ഉടമ്പടിയുടെ രേഖ കർത്താവായ യേശു തന്റെ വിലയേറിയ രക്തത്താൽ എന്ത് ചെയ്തു? അവിടെ സ്ഥിരീകരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഈ വിശുദ്ധ സംസർഗം നിർവഹിക്കപ്പെടുമ്പോൾ അതിൽ പങ്കെടുത്തിരിക്കുന്ന ശിഷ്യന്മാർക്ക് മാത്രമല്ല, വീഴ്ച ഭവിച്ച ലോകത്തിന് മുൻപിൽ ആ അതിരില്ലാത്ത യാഗം നിത്യതയോളം നിലനിൽക്കേണ്ടതാണ് എന്ന് ഡിസൈർ ഓഫ് ഏജസിൽ എഴുതിയിരിക്കുന്നു. മാത്രമല്ല, പാപിക്ക് ദൈവം എന്ത് ചെയ്യുന്നു? ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും, അവരുടെ പാപങ്ങളെക്കുറിച്ച് ഇനി ഓർക്കുകയുമില്ല എന്ന് ദൈവം അവിടെ പറയുന്നു. ഇവിടെ പാപിക്ക് കൃപ കാണിക്കുക നിമിത്തം നീതിയിൽ നിന്ന് ദൈവം പിന്മാറുന്നുണ്ടോ? ഇല്ല. ശിക്ഷയിൽ നിന്ന് പിന്മാറുന്നതിലൂടെ ദൈവത്തിന് തന്റെ നിയമത്തെ ഒരു നാളും ലംഘിക്കുവാനാകിയില്ല. പുതിയ ഉടമ്പടി പ്രകാരം പൂർണ്ണ അനുസരണമാണ് ജീവന്റെ അവസ്ഥ. പാപി അനുദപിച്ച് പാപം വിട്ടൊഴിയുകയാണെങ്കിൽ ക്ഷമ പ്രാപിക്കും. അവന് വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ യാഗം അവനായി പാപക്ഷമ ലഭ്യമാക്കുന്നു. വിശ്വസിച്ച് അനുദപിച്ച് വരുന്ന ഏതൊരു പാപിക്കും വേണ്ടിയുള്ള നിയമാവശ്യം ക്രിസ്തു തന്നെ സംതൃപ്തമാക്കി കഴിഞ്ഞു. ഇവിടെ ഏറ്റവും ആവശ്യം ഈ പുതിയ ഉടമ്പടിയിൽ പൂർണ്ണ അനുസരണമാണ്. അങ്ങനെ പൂർണ്ണമായി അനുസരിച്ച യേശു ക്രിസ്തു നമുക്കുണ്ട്. എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി അനുസരിച്ച് ഏറ്റവും നല്ല മാതൃക കാണിച്ചു തന്ന കർത്താവായ യേശു നമുക്ക് ഒരു മാതൃകയായി ഉള്ളപ്പോൾ അവന്റെ പാത പിന്തുടർന്നുകൊണ്ട് ഈ പുതിയ ഉടമ്പടിയുടെ അവകാശികളായി തീരേണ്ടത് എത്ര പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ പുതിയ ഉടമ്പടിയുടെ സവിശേഷതകൾ, എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ബെറ്റർ കവനന്റ് എന്ന് പറയുന്നത് എന്നൊക്കെ നാം മനസ്സിലാക്കുവാനിടയായി. തീർച്ചയായും സവിശേഷതയുള്ള ഈ പുതിയ ഉടമ്പടിയിലേക്ക് നാം കടന്നു വരണം. ദൈവം നമ്മെ മാനസാന്തരത്തിനായി നയിക്കുന്നു. ഈ അന്ത്യകാലഘട്ടത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതങ്ങളൊക്കെയും ദൈവസന്നിധിയിൽ നമുക്ക് പരിശോധിച്ചു നോക്കാം. നമ്മുടെ ഹൃദയം ഒരു പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുവെങ്കിൽ ദൈവം വീണ്ടും വിശ്വസ്തതയുള്ള ഒരു ഭർത്താവിനെ പോലെ തന്റെ ഭാര്യയെ വിളിക്കുന്നു. തന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കന്യകയെ ക്ഷണിക്കുന്നത് പോലെ നമ്മെ ക്ഷണിക്കുന്നു. ദൈവസന്നിധിയിൽ നീതിയുള്ള നിർമ്മലതയുള്ള ഒരു കന്യകയെ പോലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമ്മെ ക്ഷണിക്കുന്നു. ആകയാൽ ഇന്നത്തെ ഈ പാഠപഠനം ദൈവം നമ്മെ ഓരോരുത്തരെയും പാഠപഠനത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പാഠപഠനത്തിലൂടെ ഇന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണ്? ഈ പുതിയ നിയമവും പഴയ നിയമവും ന്യായപ്രമാണം എല്ലാം ഒന്നാണ്, അതിൽ വ്യത്യാസമില്ല. പക്ഷേ അത് നമ്മുടെ ആ നിയമത്തെ അനുസരിക്കുന്നതിനാണ്. നാം എങ്ങനെയാണ് ദൈവത്തിന്റെ ഉടമ്പടിയെ കാണുന്നത്, അതിലാണ് നമുക്ക് ഒരു മാറ്റം വരേണ്ടത്. നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ഒരിക്കലും അനുസരിക്കുവാൻ സാധിക്കില്ല. അതിനായി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ തക്കവണ്ണം അവന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കിയിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ഉടമ്പടിക്ക് അവകാശികളായി തീരുവാനും അവന്റെ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയ
മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം, രോഗദുഃഖാദികൾ മാറിടുമാ ദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം, കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ.